ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു ബേബിയുടെ ഒരു മാമോദിസയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ബസ്സിനാണ് പോകുന്നത്. അതിന് ശേഷം നമ്മൾ പകുതി സ്ഥലമെത്തുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ബസ് ഒരുപാട് ദൂരം കറങ്ങിയാണ് പോകുന്നത്. നമ്മൾ 10 മിനിറ്റിൽ എത്തേണ്ടത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാറ്റമുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിലിരുന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഓട്ടോറിക്ഷയൊക്കെ കിട്ടി. ഓട്ടോയ്ക്ക് പോകണം. അതുകൊണ്ട് അവിടെ എല്ലാം പച്ചപ്പൊക്കെ വിരിച്ച് അതുകൊണ്ട് അവിടെ തോടൊക്കെയാണിത്. അപ്പോൾ തോട്ടിൽ വേണ്ട വെള്ളമൊന്നുമില്ല ഇപ്പം, പക്ഷെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ലപോലെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. ഇവിടെ ഒരു വിജനമായ സ്ഥലമായിരുന്നു, പക്ഷെ ഇവിടെ ഒരു ചെറിയ കടകളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അതുകൊണ്ട് 5 അച്ഛന്മാരാണ് കുഞ്ഞു ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഇത് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. നല്ലൊരു പാട്ട് കുർബാനയായിരുന്നു. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കേട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് മനസ്സിനൊക്കെ. അതുകൊണ്ട് അങ്ങനെ കുർബാന സ്വീകരണമൊക്കെ തുടങ്ങി. എല്ലാവരും കുർബാനയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ മക്കളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഓട്ടവും പാച്ചിലും കളിയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് അവർ കളിയൊക്കെ കഴിഞ്ഞ് അവസാനമായപ്പോഴത്തേക്കും കുർബാനയൊക്കെ കഴിയാനായപ്പോഴത്തേക്കും ഉറക്കവും തുടങ്ങി. അങ്ങനെ അവർ കുർബാന ഏകദേശം കഴിയാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു പന്തലൊക്കെ കുഞ്ഞു ബേബിയുടെ ചെറിയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വോയിസ് ഓവറൊന്നും എനിക്ക് ഇങ്ങനെ കൊടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് എന്താ പറയണമെന്നൊന്നും തിരിയുന്നില്ല. എൻ്റെ ഓരോരുത്തരൊക്കെ ഉറക്കം തുടങ്ങി. അങ്ങനെ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പന്തലൊക്കെ കെട്ടി. ഞാൻ ഉള്ളിലത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ എല്ലാ കുഞ്ഞു ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഫുഡിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു 2:15 ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അന്നേരത്തെ ഒരു അന്തരീക്ഷമാണത്.